എളുപ്പത്തിൽ കുക്കറിലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ അത് കുക്കർ ഇതാ ചൂടാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഡാർക്ക് കളറായി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഒരുപാട് അങ്ങോട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടുതലാവാൻ പാടില്ല, ഒരു 1/4 കപ്പ് വെള്ളം മതി കേട്ടോ. കാരണം ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ 2 വിസിൽ അടിച്ചെടുത്താൽ മതിയേ. ഇതിപ്പോൾ ബ്രോയിലർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേവുമല്ലോ. അങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോക്കിയതിൻ്റെ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് ഇതിലേക്ക്. എന്നിട്ട് ഒന്നും കൂടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് അവസാനം നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ല ഇളക്കി എടുത്താൽ അടിപൊളി ചിക്കൻ കറിയാണ്. പൊറാട്ടയ്ക്കും ചോറിനും ഒക്കെ പറ്റിയൊരു കറിയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ചിക്കൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.